ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ഒരു ദിവസത്തെ പരിശ്രമമല്ല, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ. സ്വന്തം സ്വപ്നങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും കയ്യിൽ പിടിച്ചാണ് അവർ ഓരോ പരീക്ഷകളും നേരിടുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ എന്നത് ഒരു സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതല്ല, അത് അവരുടെ ജീവിതം മാറ്റാനുള്ള ഒരു അവസരമാണ്. ആ അവസരം നൽകുന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പരീക്ഷയുടെ ഫലം മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയുടെ പരിശ്രമമാണ്, ആ കുട്ടിയുടെ സമയമാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു യുവത്വത്തിന്റെ ഭാവിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷകളിൽ പോലും ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല, ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നതും തെറ്റല്ല. അടിച്ചമർത്തേണ്ടത് ജനങ്ങളുടെ ചോദ്യമല്ല, യുവാക്കളുടെ പ്രതീക്ഷകളും പ്രതികരണങ്ങളുമല്ല, കേൾക്കേണ്ടത് അവരുടെ ശബ്ദമാണ്. കാരണം യുവസമൂഹത്തിന് വേണ്ടത് പ്രത്യേകം പരിഗണനയല്ല, അവർക്ക് വേണ്ടത് അവരുടെ പരിശ്രമത്തിന് നീതി ലഭിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലെ സുതാര്യതയ്ക്കും യുവാക്കളുടെ അവകാശങ്ങൾക്കും വേണ്ടി നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത്. കാരണം ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പ്രശ്നവുമല്ല. ഇന്നൊരു വിദ്യാർത്ഥിയെ ബാധിക്കുന്ന പ്രശ്നം നാളെ ഒരു കുടുംബത്തിന്റെ വാതിലിൽ മുട്ടാം. ഒരു രാജ്യത്തിന്റെ വളർച്ച തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന്റെ കെട്ടിടങ്ങളോ സമ്പദ് വ്യവസ്ഥയോ മാത്രമല്ല, ആ രാജ്യത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങളും അംഗീകാരങ്ങളുമാണ്. അവരുടെ പരിശ്രമങ്ങൾക്ക് വില ലഭിക്കണം, അവരുടെ സ്വപ്നങ്ങൾക്ക് സുരക്ഷ ലഭിക്കണം. കാരണം ഒരു വിദ്യാർത്ഥിയുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ യുവതലമുറയുടെ പരിശ്രമങ്ങളെ അടിച്ചമർത്തപ്പെടുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഭാവിയിലുള്ള വിശ്വാസമാണ് ദുർബലമാകുന്നത്.